ഓക്കെ, എല്ലാവരും സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക. ഇന്നത്തെ മെഡിറ്റേഷൻ ആരംഭിക്കുകയാണ്. സ്ട്രെയിറ്റ് ആയിട്ട് നട്ടെല്ല് നിവർത്തി ഇരുന്നിട്ട് ആദ്യം സ്വസ്ഥമായ ഒരു സ്ഥലം സെലക്ട് ചെയ്യാം. ആരെ ശല്യമില്ലാത്ത ഒരു സ്ഥലത്ത് ഇരുന്ന് കൈകൾ ചിന്മുദ്രയിൽ വെക്കുക. അത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഹലോ, കാണുന്നില്ലല്ലോ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇങ്ങനെ പിടിക്കുക. ആ, കൈ ഇങ്ങനെ പിടിച്ചിട്ട് മടിയിൽ വെക്കുക. എന്നിട്ട് സാവധാനം കണ്ണുകൾ അടക്കുക. ശ്വാസത്തിൽ മാത്രം ശ്രദ്ധ കൊടുക്കുക. നന്നായി സാവധാനം ഉള്ളിലേക്ക് ശ്വാസം അടിവയറ്റിലെത്തുന്നത് വരെ എടുക്കുക. ശ്വാസം നന്നായി ഉള്ളിലേക്ക് എടുക്കുക. ആ സമയത്തൊരു ചെറിയ തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ടോ ശ്രദ്ധിക്കുക. മനസ്സും ശരീരവും ഒക്കെ റിലാക്സ് ആവുന്നു എന്ന് മനസ്സുകൊണ്ട് ചിന്തിക്കുക. 2 മിനിറ്റ് ഹോൾഡ് ചെയ്യാം. എന്നിട്ട് സാവധാനം ശ്വാസം പുറത്തേക്ക് വിടുക. ഒന്നും കൂടി ശ്വാസം നന്നായി ഉള്ളിലേക്ക് എടുക്കുക. സാവധാനം ശ്വാസം പുറത്തേക്ക് വിടുക. വീണ്ടും ശ്വാസം നന്നായി ഉള്ളിലേക്ക് എടുക്കുക. സാവധാനം പുറത്തേക്ക് വിടുക. ഇനി നാവ് മേലെണ്ണാക്കിൽ തട്ടിച്ചുകൊണ്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. അടിവയറ്റിലെത്തുന്നത് വരെ ശ്വാസം നന്നായി സാവകാശം ഉള്ളിലേക്ക് എടുക്കുക. എന്നിട്ട് സാവധാനം ശ്വാസം പുറത്തേക്ക് വിടുക. ചുണ്ട് വിടർത്തി നമ്മൾ ഊതുന്നത് പോലെ ഊന്നറിഞ്ഞ് ഈ വായു പുറത്തേക്ക് പോക്കുക. പുറത്തേക്ക് പോകുമ്പോൾ എല്ലാവിധ നെഗറ്റീവുകളും കറുത്ത പുകയായിക്കൊണ്ട് പുറത്തേക്ക് പോകുന്നു എന്ന് സങ്കല്പിക്കാം. വീണ്ടും ശ്വാസം നന്നായി ഉള്ളിലേക്ക് എടുക്കുക. സാവധാനം ശ്വാസം പുറത്തേക്ക് വിടുക. 3-മത്തെ പ്രാവശ്യവും ശ്വാസം സാവകാശം ഉള്ളിലേക്ക് എടുക്കുക. നാവ് മേലെണ്ണാക്കിൽ തട്ടിച്ചുകൊണ്ട് വായ ക്ലോസ് ചെയ്തുകൊണ്ടാണ് എടുക്കേണ്ടത്. സാവധാനം അടിവയറ്റിലെത്തുന്നത് വരെ എടുക്കുക. എന്നിട്ട് വായ തുറന്നുകൊണ്ട് ഉള്ളിലുള്ള എല്ലാ വിഷമങ്ങളും പുറത്തേക്ക് പോകുന്നതായി ചിന്തിച്ചുകൊണ്ട് ശ്വാസം പുറത്തേക്ക് വിടുക. ഇനി നമ്മൾ ഇന്നത്തെ ദിവസം എങ്ങനെയെല്ലാം എനർജറ്റിക്കായി നല്ല ഉഷാറോട് കൂടി എല്ലാ പണികളും ആരോഗ്യത്തോടെ ചെയ്യുന്നതായിട്ടും മറ്റുള്ളവരോട് നല്ല നിലയിൽ പെരുമാറുന്നതായിട്ടും അവർക്ക് സന്തോഷമുണ്ടാക്കുന്ന അവരുടെ ഉള്ളിൽ ഡോപ്പമിൻ ഉൽപ്പാദിപ്പിക്കുന്ന രൂപത്തിലുള്ള സംസാരം നമ്മളിൽ നിന്ന് വരുന്നതായിട്ടുമൊക്കെ നമ്മൾ മനസ്സിൽ കാണുക. നമ്മൾ കാരണം ആർക്കെങ്കിലും ഒരു ആശ്വാസം നമ്മുടെ ചുറ്റിലുമുള്ളവർക്ക് ലഭിച്ചാൽ അതാണ് നമ്മൾ ചെയ്യുന്ന ഇന്നത്തെ പ്രവൃത്തികളിൽ ഏറ്റവും നല്ല പ്രവൃത്തി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ നല്ല ഉഷാറായിക്കൊണ്ട് എല്ലാ പണികളും ഒരു പ്ലാനിലൂടെ ഒക്കെ ഇന്നത്തെ ദിവസം ഭംഗിയാക്കി നീക്കുന്നതായിട്ട് 2 മിനിറ്റ് മനസ്സിൽ കാണുക. ഓക്കെ, ഇനി നമ്മുടെ ശ്രദ്ധ
കാൽപാദങ്ങളിലേക്ക് കൊണ്ടുവരാം. ഇത്രയും മനോഹരമായ കാൽപാദങ്ങൾ ലഭിച്ചതിന് ഞാൻ വളരെ നന്ദിയുള്ള വ്യക്തിയാണ്. ഈ കാൽപാദം എനിക്ക് ലഭിച്ചതിനാലാണ് ഞാൻ എല്ലായിടത്തും എത്തുന്നതും എൻ്റെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റുന്നതും. ഈ കാൽപാദം എന്തെങ്കിലും വൈകല്യം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എത്ര ബുദ്ധിമുട്ട് സഹിച്ചായിരിക്കും എൻ്റെ ജീവിതം മുന്നോട്ട് പോകുക. അതിനാൽ എനിക്ക് എൻ്റെ റബ്ബ് നൽകിയ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് ഇനി ഈ കാൽപാദം. ഇതിന് നൽകിയതിന്, ഒരു വൈകല്യവും ഇല്ലാതെ ഈ കാലെനിക്ക് നൽകിയതിന് നാഥ, നിനക്ക് എൻ്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ഞാൻ നന്ദി പറയുന്നു. ഇനി അടുത്തത് നമ്മുടെ കാൽമുട്ടുകളിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊടുക്കുക. മനസ്സിനെ അവിടെ കേന്ദ്രീകരിച്ചതിന് ശേഷം അവിടെ എന്തെങ്കിലും വേദനകളോ നീരുകളോ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം മനസ്സവിടെ കൊടുത്തുകൊണ്ട് എനിക്ക് വേദനകളെല്ലാം പോകുന്നതായും എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് കാല് മടക്കാനും നീർത്താനും സുജൂദ് ചെയ്യാനും ഒക്കെ കഴിയുന്നതായിട്ട് മനസ്സിൽ കണ്ടുകൊണ്ട് ഈ കാൽമുട്ട് എനിക്ക് ഇത്രയും മനോഹരമായ കാൽമുട്ടുകൾ തന്നതിന് ഞാൻ പൂർണ്ണ നന്ദിയുള്ളവനാണ്, നന്ദിയുള്ള വ്യക്തിയാണ്. എൻ്റെ കാൽമുട്ട് ഇത്രയും എനിക്ക് ആശ്വാസകരമായ രീതിയിൽ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കാൻ കുറച്ച് വൈകിപ്പോയി. അതിനാൽ ഞാൻ പൂർണ്ണ ആരോഗ്യമുള്ള ഒരു വ്യക്തിയാണ്. എൻ്റെ ഈ കാൽമുട്ട് ഇങ്ങനെ സൃഷ്ടിച്ചതിന് എൻ്റെ റബ്ബിന് ഞാൻ വളരെയധികം നന്ദി അറിയിക്കുന്നു. നാഥ, നിനക്ക് നന്ദി. അൽഹംദുലില്ലാ. ഇനി ഊരയുടെ ഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരാം. അധിക ആളുകൾക്കും ഊരവേദന ഉണ്ടാവുന്ന ഒരു സംഗതിയാണ്. അതിനാൽ ഊരയുടെ ഭാഗത്ത് വല്ല നീരോ എന്തെങ്കിലും പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ ഉപബോധ മനസ്സ് അവിടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെയൊക്കെ അവിടെയുള്ള നീരും കാര്യങ്ങളും എല്ലാം ഈ മനസ്സിന്റെ ഉപബോധ മനസ്സിന് സ്വയം സുഖപ്പെടുത്തുവാനുള്ള കഴിവ് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഈ ശക്തി ഉപയോഗിച്ച്, സൃഷ്ടാവ് നൽകിയിട്ടുള്ള ഈ ശക്തി ഉപയോഗിച്ചുകൊണ്ട് അവിടെയെല്ലാം സുഖപ്പെടുന്നതായി, പൂർണ്ണ ആരോഗ്യമുള്ളൊരവസ്ഥയിലേക്ക് ഉയരുന്നതായി നമ്മൾ മനസ്സ് ആ ഊരയുടെ ഭാഗത്ത് ശ്രദ്ധ കൊടുത്തുകൊണ്ട് ഇത്രയും കുമ്പിടുവാനും നീരുവാനും എനിക്ക് വേണ്ടതെല്ലാം എത്തിപ്പിടിക്കുവാനും എല്ലാം നൽകി അനുഗ്രഹിച്ച ഈ ഊര ഞാൻ ഇത്രയും കാലം ഉപയോഗിച്ചിട്ട് ഞാൻ അതിന് നന്ദി പറയാൻ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഊരക്ക് വേദന ഉണ്ട്, ഊരക്ക് പ്രശ്നങ്ങളുണ്ട് എന്നുള്ള ഒരു ചിന്ത മാത്രമാണ് എനിക്ക് ഇതുവരെ കൊടുക്കാൻ സാധിച്ചത്. അതിനാൽ ഇത്രയും ആരോഗ്യത്തോടു കൂടി എന്നെ സൃഷ്ടിച്ചതിന് നാഥ, നിനക്ക് നന്ദി. അൽഹംദുലില്ലാ. അതുപോലെ വയറിന്റെ ഭാഗത്തേക്ക് നമുക്ക് ടെൻഷനും എന്തെങ്കിലും പ്രശ്നങ്ങളും ഉണ്ടാവുമ്പോൾ ആദ്യം വയറ്റിലാണ് പ്രശ്നം തുടങ്ങുക. ദഹിക്കാതെയും അതുപോലെ ഗ്യാസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെയാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നീടാണ് ഇത് മാരകമായ രോഗങ്ങളിലേക്ക് എത്തിപ്പെടുന്നത്. പക്ഷെ എന്തുകൊണ്ട് ഞാൻ ഈ അവസ്ഥയിലേക്ക് എത്തി? എൻ്റെ ടെൻഷനാണ് ഇതിനെല്ലാമുള്ള കാരണങ്ങൾ എന്ന് ഞാൻ മനസ്സിലാക്കാതെ എൻ്റെ വയറിനെ ഞാൻ ഒരുപാട് കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ തന്നെയാണ് കാരണക്കാരി. പക്ഷെ അത് മനസ്സിലാക്കാതെ ദൈവം അനുഗ്രഹിച്ചു നൽകിയ ഈ അവയവത്തിനെ ഞാൻ അറിയാതെ കുറ്റപ്പെടുത്തി. അതിനാൽ നാഥ, നിന്നോട് ഞാൻ ആത്മാർത്ഥമായി സോറി പറയുന്നു. ഐ ആം സോറി. ഞാൻ നിന്നോട് ക്ഷമ പറയുകയാണ്. ഐ ആം സോറി. പ്ലീസ് ഫോർഗീവ് മീ. ഞാൻ അറിയാതെ എൻ്റെ അവയവങ്ങളെയൊക്കെ കുറ്റപ്പെടുത്തി ദേഷ്യം പിടിച്ചു പോയതിന് നീ എനിക്ക് പുറത്തു തരണം. ഐ ലവ് യു. ഐ താങ്ക് യു. അതുപോലെ എൻ്റെ നെഞ്ചിന്റെ ഭാഗത്തേക്ക്, നിങ്ങളുടെ നെഞ്ചിന്റെ ഭാഗത്തേക്ക് ശ്രദ്ധ കൊണ്ടുവരിക. നെഞ്ചിൽ എന്തെങ്കിലും കെട്ടിപ്പുകളോ ഒരുപാട് വിഷമങ്ങളോ എല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം നീങ്ങി അവിടെ നല്ല റിലാക്സ് വരുന്നതായും എൻ്റെ ശരീരത്തിൽ ബ്ലഡ് സർക്കുലേഷൻ ശരിക്ക് പാസ് ചെയ്യാൻ സാധിക്കുന്നതായിട്ടുമെല്ലാം നമ്മൾ മനസ്സിൽ കാണുക. ഈ ബ്ലഡ് സർക്കുലേഷൻ ശരിക്ക് പോവാത്തത് കൊണ്ടാണ് നമുക്ക് ഒരുപാട് രോഗങ്ങൾ ഉണ്ടാവുന്നത്. അതിനാൽ നമ്മുടെ മനസ്സിന് റിലാക്സ് കൊടുക്കുമ്പോഴേ, നമ്മുടെ മനസ്സിന് സ്വസ്ഥത കൊടുക്കുമ്പോഴേ, നമുക്കുള്ള അനുഗ്രഹങ്ങളെ പറ്റി ഓർക്കുമ്പോഴേ നമ്മൾ എത്രത്തോളം ഭാഗ്യവാന്മാരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ഈ ഭാഗ്യമെല്ലാം ഉണ്ടായിട്ടും ഇല്ലായ്മയിൽ ഫോക്കസ് ചെയ്യുന്നത് കൊണ്ടാണ് എന്നിലുള്ള മുഴുവൻ പ്രശ്നങ്ങളും എന്ന് എനിക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇത്രയും സുന്ദരമായിട്ടുള്ള ഈ പ്രകൃതി
ഇത്രയും സുന്ദരമായിട്ടുള്ള ഒരു ജീവിതം, എല്ലാ അനുഗ്രഹങ്ങളും ആസ്വദിച്ചു കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. പക്ഷെ എന്നിൽ എന്ത് ഇല്ല എന്നുള്ളതിലേക്കാണ് അറിയാതെ എന്റെ ശ്രദ്ധ പോകുന്നത്. അതിനാൽ എന്റെ നെഞ്ചിന്റെ ഭാഗത്ത് മനസ്സിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് എല്ലാ നീര് സംബന്ധമായിട്ടും എല്ലാ പ്രയാസങ്ങളും നീങ്ങുന്നതായിട്ട് ഞാൻ എന്റെ മനസ്സിൽ കാണുന്നു. നാഥ, ഇത്രയും എനിക്ക് വേണ്ടി മിടിക്കുന്ന ഈ ഹൃദയം മിടിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഈ ഭൂമിയിലൂടെ സഞ്ചരിക്കുന്നത്. അതിന് ഒരു പൈസയും ഞാൻ നിനക്ക് തരുന്നില്ല. തിരിച്ച് നന്ദികേട് മാത്രമാണ്. നിന്നെ ഓർക്കുന്നതിന് പകരം, നിന്നെ ഓർക്കുന്നുണ്ടെങ്കിലും നിന്നെ ഉൾക്കൊണ്ടുകൊണ്ട് ഓർക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. എന്റെ പ്രശ്നങ്ങളാണ് എപ്പോഴും എന്റെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതിനാൽ നീ എനിക്ക് വേണ്ടി 24 മണിക്കൂറും ഇടിക്കുന്ന ഈ ഹൃദയത്തെ, രക്തം പമ്പ് ചെയ്യുന്ന ഈ ഹൃദയത്തെ എനിക്ക് നൽകി അനുഗ്രഹിച്ചതിന് നാഥ, നിനക്ക് ഞാൻ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും ഞാൻ നന്ദി പറയുന്നു. ഇനി നമ്മുടെ ശ്രദ്ധ തലയുടെ ഭാഗത്തേക്ക് കൊണ്ടുവരിക. മൈഗ്രെയിന്, അലർജി, പല പല പ്രശ്നങ്ങളും കഫത്തിന്റെ പ്രയാസങ്ങളും ഒക്കെ നേരിടുന്നവരാണ് നമ്മൾ. അതിനാൽ ഇതെല്ലാം നമ്മുടെ മനസ്സിന് അവിടെ ശ്രദ്ധ കൊടുത്തുകൊണ്ട് എന്തെല്ലാം പ്രയാസങ്ങൾ അവിടെ ഉണ്ടോ അതെല്ലാം നീക്കി എന്റെ ഉപബോധ മനസ്സിന് ഇത്തരം ഒരു കഴിവ് നൽകിക്കൊണ്ടാണ് എന്റെ റബ്ബ് ഈ ഭൂമിയിലേക്ക് വിട്ടത്. അപ്പോൾ എന്റെ ഉപബോധ മനസ്സിനെ ആ തലച്ചോറിന്റെ ഭാഗങ്ങളിൽ ഞാൻ കേന്ദ്രീകരിച്ചുകൊണ്ട് എന്തെല്ലാം പിഴവുകൾ എനിക്കുണ്ട് അതെല്ലാം ശരിപ്പെടുത്തുന്നതായി, അതിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് എന്റെ ഉപബോധ മനസ്സ് പിന്നീട് എന്റെ ശരീരത്തിൽ എല്ലാം ശരിപ്പെടുത്തുന്നതായി, അതിന് ദൈവം നൽകിയിട്ടുള്ള ആ സ്വയം സുഖപ്പെടുത്താനുള്ള ആ കഴിവിനെ ഉപയോഗപ്പെടുത്തുന്നതായിട്ട് ഞാൻ എന്റെ മനസ്സിൽ കണ്ടുകൊണ്ട് എനിക്ക് ഇത്രയും അനുഗ്രഹീതമായ, ഇത്രയും ബുദ്ധിപൂർവം ചിന്തിക്കാൻ കഴിയുന്ന, പക്വ സ്വഭാവത്തിലൂടെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന, വിവേകത്തോടെ പെരുമാറാൻ കഴിയുന്ന ഈ ബുദ്ധി നൽകി അനുഗ്രഹിച്ചതിന് നാഥ, നിനക്ക് ഞാൻ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും ഞാൻ നന്ദി പറയുന്നു. എന്നെ മനസ്സിലാക്കാൻ പറ്റാത്തതാണ് എന്റെ ജീവിതത്തിലുള്ള മുഴുവൻ പ്രയാസങ്ങളും. ഇത്രയും നല്ല ഒരു ശരീരം തന്നിട്ട് ഒരു ദിവസം പോലും ഞാൻ എഴുന്നേൽക്കാൻ പറ്റാതെയോ ഒരു പ്രയാസവും അനുഭവിക്കാതെ ഞാൻ നിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ആസ്വദിച്ചുകൊണ്ട് ഇതുവരെ ജീവിച്ചിട്ടുണ്ടെങ്കിലും അത് ഉൾക്കൊള്ളാൻ കഴിയാതെ ഒരുപാട് പോരായ്മകളിൽ വെറുതെ മനസ്സിനെ ഇങ്ങനെ വിഷമിപ്പിച്ച് എന്റെ എനർജിയെ ഡൗൺ ആക്കി, എന്റെ എനർജിയെ ഞാൻ താത്തിക്കെട്ടി ഇത്രയും അനുഗ്രഹീത ജന്മത്തെ, ഇത്രയും അനുഗ്രഹീത ശരീരത്തെ ഉൾക്കൊള്ളാതെ എത്രയോ പ്രാവശ്യം എന്തിനാണ് നാഥ എനിക്ക് ഈ ജന്മം നൽകിയത് എന്ന് ഞാൻ എന്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ ചിന്തിച്ചു പോയി. നീ എനിക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹത്തെ കണ്ടെത്താൻ പ്രയാസം നേരിട്ടതാണ് ഈ രൂപത്തിലുള്ള നെഗറ്റീവ് ചിന്തകൾ എന്നിൽ നിന്ന് വന്നു പോയത്. അതിനാൽ നീ എനിക്ക് ആത്മാർത്ഥമായി നീ ഇതെല്ലാം പുറത്തു തരണം. എന്നിൽ നിന്ന് വന്നു പോയിട്ടുള്ള അറിയാതെ വന്നു പോയിട്ടുള്ള ഒരു ഫീലിങ്സ് ആണ് ഇതൊക്കെ. അതുകൊണ്ട് ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, ഐ ലവ് യു, ഐ താങ്ക് യു. ഇനി ശ്വാസം നന്നായി ഉള്ളിലേക്ക് എടുക്കുക. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, breathe out, breathe in, breathe out. ഇനി രണ്ട് കൈയും നന്നായി ഉരസുക, ചൂടാവുന്നത് വരെ നന്നായി ഉരസിയതിനു ശേഷം രണ്ട് കണ്ണുകളിൽ കൈവിരൽ വെച്ചുകൊണ്ട് മുഖത്തൊന്നായിട്ട് തടവി ശരീരത്തിലും തടവാം. ഓക്കെ, ഞാൻ കുറച്ച് സമയം ഒരു ക്ലാസ് തരാം. അതായത് ഞാനും നിങ്ങളൊക്കെ പേരൻസ് ആണ്. എനിക്കും മക്കളുണ്ട്, നിങ്ങൾക്കും മക്കളുണ്ട്, നിങ്ങൾക്ക് പേരമക്കൾ ഉണ്ടാവും. ഇനി നമുക്ക് മക്കളില്ലെങ്കിലും നമ്മൾ മക്കളുള്ള ഒരു ചുറ്റുപാടിലാണ് നമ്മൾ വളരുന്നത്. അതുകൊണ്ട് പേരൻസ്, അതായത് രക്ഷാകർത്തൃത്വത്തിന്
വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO പറഞ്ഞ 5 കാര്യങ്ങൾ ഒരു രക്ഷിതാവ് നിർബന്ധമായും ചെയ്യേണ്ടതാണ്. ഈ 5 കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ ഇന്ന് പ്രതിപാദിക്കുന്നത്. കാരണം ഇന്ന് മക്കളൊക്കെ ഒരുപാട് സ്വഭാവ പ്രശ്നങ്ങളിലൂടെയാണ് കഴിഞ്ഞു പോകുന്നത്. പണ്ടത്തെ മാതിരിക്കല്ല. പണ്ട് നമ്മളൊക്കെ വളർന്ന കാലഘട്ടം എന്ന് പറഞ്ഞാല് നമ്മുടെ പേരൻസ് പറയുന്ന നെഗറ്റീവ് മാത്രമായിരുന്നു നമുക്ക് പ്രശ്നമുണ്ടായിരുന്നത്. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ നെഗറ്റീവുകൾ മാത്രമല്ല പ്രശ്നം. അവരുടെ കയ്യിലുള്ള മൊബൈൽ നമ്മുടെ അടുത്തിരുന്നു കൊണ്ട് തന്നെ അവർക്ക് നമ്മളെ പറ്റിക്കാൻ കഴിയും. പണ്ട് കാലങ്ങളിലൊക്കെ ഒരു പ്രണയമോ മറ്റോ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ അത് എഴുതുന്നതിലൂടെ, ഒരു കത്ത് കൈമാറുന്നതിലൂടെ ഒക്കെയാണ് അത് പിടിക്കപ്പെട്ടിരുന്നത്. ഇന്നത്തെ കാലം അങ്ങനത്തെയൊക്കെ സംഗതികൾ ഉണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും പിടിക്കപ്പെടാതെ അവരെ പറഞ്ഞെങ്കിൽ മാത്രം നമ്മൾ അറിയുന്ന ഒരു അവസ്ഥയിലാണ് ഇന്നത്തെ കാലഘട്ടം ഉള്ളത്. എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്ന ഒരു കുട്ടിന്റെ കേസിൽ 4 വർഷം ഈ കുട്ടി ഒരു അമുസ്ലിം സഹോദരനുമായിട്ട് സ്നേഹത്തിലായത് വീട്ടുകാർക്ക് ഒരു സൂചന പോലും ലഭിച്ചിട്ടില്ല. അതൊക്കെ എന്തുകൊണ്ടാണ് ഇന്നത്തെ സിസ്റ്റം മൊബൈലൊക്കെ ലോക്കില്ലാതെ ഓപ്പൺ ആയിട്ട് വീട്ടുകാർക്ക് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് തീരെ സംശയം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിലൊക്കെയാണ്, ഇത്തരം സാഹചര്യങ്ങളിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ നമ്മൾ നമ്മളിലുള്ള ഈ വളർത്തുന്നതിലുള്ള പല പ്രശ്നങ്ങളുമാണ് ഇവര് ഈ അവസ്ഥയിലേക്കൊക്കെ നീങ്ങിപ്പോകുന്നത്. അപ്പോ നമ്മള് ആദ്യമൊക്കെ നമുക്ക് ഏത് രൂപത്തിലായാലും കുട്ടികൾ എത്രത്തോളം വഴിതെറ്റും എന്നുള്ള ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയല്ല. പല രൂപത്തിലും നമ്മൾ അറിയാതെ ഇവർക്ക് പല സംഗതികളിലേക്കും എത്തിപ്പെടാനുള്ള അവസരങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അവരുമായിട്ടുള്ള അറ്റാച്ച്മെന്റ് ഒരു നല്ലൊരു ബോണ്ട് ആയ ഒരു അവസ്ഥയിലാണെങ്കിൽ, ഞാനും എൻ്റെ കുട്ടിയും തമ്മിൽ നല്ലൊരു അറ്റാച്ച്മെന്റിലാണെങ്കിൽ ആ കുട്ടിക്ക് നമ്മളെ പറ്റിക്കുവാനോ നമ്മൾ അറിയിക്കാതെ ഒരു പ്രവൃത്തി ചെയ്യുവാനോ സാധിക്കുകയില്ല. അപ്പോൾ നമ്മൾ അവരോടൊപ്പം എത്രത്തോളം സപ്പോർട്ടായിക്കൊണ്ട് നിൽക്കുന്നുവോ, അവർക്ക് എത്രത്തോളം സ്വസ്ഥതയും സമാധാനവും കൊടുക്കുന്നുവോ, എല്ലാത്തിനും അവരെ കുറ്റപ്പെടുത്താതെ, അവരെ ചൊറിയാതെ, അവരെ ബാക്കിൽ ഇങ്ങനെ നടക്കാതെ, അവരെ സംശയ കണ്ണിലൂടെ കാണാതെ, അവർക്ക് നിനക്ക് ഞാനുണ്ട് എൻ്റെ മോനെ, എൻ്റെ മോളെ, നിനക്ക് എല്ലാവിധ സപ്പോർട്ടിനും ഞാനുണ്ട് എന്ന് ആ ഒരു മാനസികാവസ്ഥ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കുട്ടിയും നമ്മൾ അറിയാതെ ഒന്നും ചെയ്യൂല. നമ്മുടെ പല പ്രശ്നങ്ങൾ കാരണം നമ്മുടെ ഇമോഷൻസ് നമ്മൾ പല അവസ്ഥയിലും പല രൂപത്തിലാണ് ഉണ്ടാവല്. ചിലപ്പോൾ ഭർത്താവിനോട് ദേഷ്യം പിടിക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടാവും, അല്ലെ ചിലപ്പോൾ നമ്മളെ ഭർത്താവിന് ബാക്കിയുള്ളവരോട് ദേഷ്യം പിടിക്കുന്ന സന്ദർഭം ഉണ്ടാവും, അല്ലെ നമ്മളെ വീട്ടുകാരോട് ദേഷ്യം പിടിക്കുന്ന സന്ദർഭത്തിലായിരിക്കും. അപ്പൊ ഇത് നമ്മുടെ മാനസികാവസ്ഥ എങ്ങനെയാണോ അതിനനുസരിച്ചാണ് നമ്മൾ നമ്മളെ മുന്നിലുള്ള മക്കളോട് പെരുമാറൽ. ഇതൊക്കെയാണ് അവരുടെ ഭാവിനെ തകർക്കുന്ന രൂപത്തിൽ അവരും പല അബദ്ധങ്ങളിലും പല പ്രശ്നങ്ങളിലും അകപ്പെട്ടു പോകുന്നത്. അതുകൊണ്ട് WHO പറയുന്ന കാര്യങ്ങൾ, നമ്മുടെ മക്കളുടെ കഴിവുകളെ നമ്മൾ കണ്ടെത്തുക. അവർക്ക് ഇൻബോണായിട്ട് ഒരുപാട് കഴിവുകൾ തന്നുകൊണ്ടാണ് സൃഷ്ടാവ് ഈ ഭൂമിയിലേക്ക് വിടുന്നത്. അപ്പോ നമ്മളെല്ലാത്തിനും അവരെ അറിയാതെ കുറ്റപ്പെടുത്താനാണ് പഠിച്ചു പോയത്. നീ ശരിയില്ല, നിന്റെ എല്ലാ പ്രവൃത്തിയും ശരിയില്ല. കാരണം ടീനേജിൽ അവർക്ക് ഈ ഹോർമോൺസിന്റെ വേരിയൻസ് ഉണ്ടാവുമ്പോൾ അതുവരെ 13 വയസ്സ് വരെ കണ്ട കുട്ടിയായിരിക്കൂല 13-ന് ശേഷം. അതുവരെ നമ്മൾ പറഞ്ഞതൊക്കെ അനുസരിച്ച് അടക്കവും ഒതുക്കവും ഒക്കെ ഉള്ള ഒരു പെരുമാറ്റമാണ് നമ്മൾ കണ്ടിട്ടുണ്ടാവുക. ഈ 13-ന് ശേഷമായിരിക്കും നമ്മളോട് ദേഷ്യം പിടിക്കാൻ. അതുവരെ നമ്മൾ അങ്ങോട്ട് എന്താണോ കൊടുത്തത് അത് തിരിച്ചു കിട്ടാൻ തുടങ്ങും. അപ്പോൾ നമ്മളെ സ്വഭാവം വീണ്ടും മാറ്റും. നമ്മൾ നന്നാവാൻ വേണ്ടിയിട്ടാണ് പറയലൊക്കെ, പക്ഷെ കുട്ടികളിലേക്ക് അതൊക്കെ വേറൊരു രൂപത്തിലാണ് പോകുന്നത്. അതുകൊണ്ടാണ് ഇന്ന് പാരൻസും കുട്ടികളും തമ്മിൽ വളരെ അകൽച്ച ഫീൽ ചെയ്യുന്നത്. എത്രയോ രക്ഷിതാക്കൾ പറയുന്നുണ്ട്, കരഞ്ഞുകൊണ്ട് പറയലുണ്ട്, എൻ്റെ കുട്ടി എവിടെ പോവാണേലും എന്നോട് പറയൂല, എൻ്റെ കുട്ടി എന്നോട് വല്ലാതെ ഷൗട്ട് ചെയ്തുകൊണ്ടാണുള്ളത്, ഞാൻ എന്ത് പറഞ്ഞാലും അത് കുട്ടിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഇങ്ങനത്തെയൊക്കെ അകൽച്ചകൾ സംഭവിക്കുന്നത് നമ്മൾ അവരുടെ കഴിവുകൾ കണ്ടെത്തുന്നതിന് പകരം അവരെ കഴിവുകളെ
ഇല്ലാതാക്കുന്ന രൂപത്തിലുള്ള സംസാരങ്ങളാണ് നമ്മളിൽ നിന്ന് വരുന്നത്. അങ്ങനെ അവര് ഇപ്പോ ഒരു കോഴി അതിന്റെ കുഞ്ഞുമക്കളെ ആ വിരിഞ്ഞ സമയത്തൊക്കെ നമ്മളെല്ലാവരും ശ്രദ്ധയപ്പെട്ട ഒരു സംഗതിയാണ്. ആ വിരിഞ്ഞ സമയത്തൊക്കെ എന്ത് ചെയ്യും? അത് ചിറകിന്റെ ഉള്ളില് തന്റെ മക്കളെ ഒതുക്കി നിർത്തിയിട്ട് ഒരു പരുന്തോ എന്തെങ്കിലും വരുമ്പോഴത്തേക്ക് ആ കുട്ടികളെ വേഗം തന്റെ ചിറകിന്റെ ഉള്ളിൽ ഒതുക്കും. പക്ഷെ ഇത്രയും സ്നേഹത്തോടെ കൊണ്ട് നടക്കുന്ന ഈ കുഞ്ഞു മക്കളെ ഒരു ടൈം കഴിയുമ്പോൾ കൊത്തി ആട്ടുന്നുണ്ട്. അതുപോലെ മൃഗങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷെ മനുഷ്യന് മാത്രം ഇതിൽ നിന്ന് എന്ത് ചെയ്യൂല? പാഠം ഉൾക്കൊള്ളൂല. നമുക്ക് പാഠം നമ്മളെ പലതും പഠിപ്പിക്കാനാണ് പ്രകൃതിയിൽ പല സംഗതികളും ദൈവം ഒരുക്കിയിട്ടുള്ളത്. പക്ഷെ നമ്മൾ അതൊന്നും പാഠം ഉൾക്കൊള്ളാതെ 20 വയസ്സായാലും 30 വയസ്സായാലും അവർക്ക് ഇങ്ങനെ താങ്ങിക്കൊടുത്ത് ഒരു ശരിക്കും 20 വയസ്സ് കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ അവർക്ക് സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങളൊക്കെ പഠനമൊക്കെ കഴിയുന്നത് വരെ നമ്മളൊരു സപ്പോർട്ട് കൊടുക്കാവും. അതുപോലെ ഒരു പ്രായത്തിനനുസരിച്ച് നമ്മൾ അവർക്ക് സ്വയം പര്യാപ്തത എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട്. അത് നമ്മൾ കൊടുക്കണം. സ്വതന്ത്ര ജീവിതത്തിന് അവരെ പ്രാപ്തരാക്കണം നമ്മൾ. ഇത് എല്ലാം നമ്മളിങ്ങനെ താങ്ങിക്കൊടുത്ത് കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് അവരുടെ ഭാര്യമാര് നമ്മളോട് തിരിച്ചു പറയാൻ തുടങ്ങല്. ഒട്ടും പക്വതയില്ലാതെ വളർത്തി, ഇപ്പൊ ഞാനാണ് കഷ്ടപ്പെടുന്നത് എന്ന്. അപ്പൊ ഇത് നമ്മൾ നന്നായി ശ്രദ്ധിക്കേണ്ട ഒരു ഘടകമാണ്. അതുപോലെ വൈകാരിക ബന്ധം നമ്മൾ അവരുമായിട്ട് സ്ഥാപിക്കണം. ഈ വൈകാരിക ബന്ധം സ്ഥാപിച്ചാൽ നമ്മളെ കൺട്രോളിലാണ് നമ്മളെ മക്കൾ ഉണ്ടാവുക. നമ്മൾ എന്ത് പറഞ്ഞാലും നമ്മുടെ മക്കൾ അനുസരിക്കും. നമ്മളോടൊരു ബഹുമാനം അവർക്കുണ്ടാവും ഈ വൈകാരിക ബന്ധം നമ്മൾ അവരുമായിട്ട് സ്ഥാപിക്കുമ്പോൾ. അപ്പോൾ നമുക്ക് ആരോടും പരാതി പറയേണ്ട ഒരാവശ്യം വരില്ല. എൻ്റെ കുട്ടി ഇങ്ങനെയാണ്, എൻ്റെ കുട്ടി അങ്ങനെയാണ്, ഞാൻ പറയുന്നതൊന്നും അനുസരിക്കുന്നില്ല എന്നുള്ള ഒരു പരാതി നമ്മൾ ആ കുട്ടിയും തമ്മിൽ വൈകാരികമായിട്ടുള്ള ഒരു ബന്ധം സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. അവരതുപോലെ ശാരീരികമായും പ്രായത്തിനനുസരിച്ചുള്ള ശാരീരികമായും മാനസികവും സാമൂഹികവുമായിട്ടുള്ള പൂർണ്ണ വളർച്ച ഉറപ്പുവരുത്തുക. എവിടൊക്കെയാണ് എൻ്റെ കുട്ടിക്ക് പോരായ്മകൾ ഉള്ളത് അതൊക്കെ നമ്മൾ കുട്ടീന്റെ മുഖത്ത് നോക്കി നെഗറ്റീവായിട്ട് പറയാതെ ചേർത്ത് നിർത്തിക്കൊണ്ട് എന്ത് ചെയ്യണം? അത് തിരുത്തി കൊടുക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ ശൈലി മാറിയിട്ടാണ് മക്കൾ നമ്മളോട് മോശമായിട്ട് തിരിച്ചടിക്കുന്നത്. നമുക്ക് അറിയൂല. കാരണം നമ്മളൊരു മെഷീൻ എന്തെങ്കിലും നമുക്ക് വേണ്ട ഇൻസ്ട്രുമെന്റ്സ് എന്തെങ്കിലും വാങ്ങുകയാണെങ്കിൽ അതിന്റെ നിർമ്മാതാക്കൾ പറഞ്ഞു തരും ഇതെങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത്. പക്ഷെ നമുക്കൊരു കുട്ടി കയ്യിൽ കിട്ടി നമ്മൾ ആശുപത്രിയിൽ നിന്ന് അതിനെയും കൊണ്ട് വീട്ടിലേക്ക് വരുമ്പോ ആരും ഒന്നും പറഞ്ഞു തരുന്നില്ല. നമ്മുടെ ചെറുപ്പകാലങ്ങളിൽ നമുക്ക് എന്തെല്ലാം കിട്ടിയോ, നമ്മൾ എങ്ങനെ വളർന്നുവോ അതിനനുസരിച്ചാണ് പിന്നെ നമ്മൾ നമ്മളെ മക്കളെ വളർത്തുന്നത്. അപ്പൊ നമുക്കുണ്ടായിട്ടുള്ള സ്വഭാവ വൈകല്യങ്ങളും സ്വഭാവ പ്രശ്നങ്ങളും ഒക്കെ നമ്മുടെ കുട്ടികളിലേക്കും കിട്ടാൻ സാധ്യത ഉണ്ട് ഇങ്ങനെ ആവുമ്പോൾ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ വിഷയം നന്നായി ശ്രദ്ധിക്കണം. കാരണം ഒരുവിധം വീടുകളിലും ഒരുവിധം കുടുംബങ്ങളിലും ഒക്കെ ഏറ്റവും കൂടുതൽ പ്രശ്നം നേരിടുന്നത് ഈ കഴിവുകൾ കണ്ടെത്തുന്നതിലാണ്. കാരണം ഓരോ കുട്ടിക്കും സൃഷ്ടാവ് ഇപ്പൊ നമ്മളൊക്കെ നമ്മളെ കഴിവിനെ ഇന്ന് വരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതൊക്കെ എന്തുകൊണ്ടാണ്? നമ്മളെ ചെറുപ്പത്തിൽ നമ്മളെ പാരൻസ് നമ്മളെ നിരീക്ഷിച്ചിട്ട് നമുക്ക് ഇന്ന കഴിവാണ് കേട്ടോ നിനക്കുള്ളത് എന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. ചില ആളുകൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും, പറഞ്ഞിട്ടുണ്ടാവും, നമ്മളത് മൈൻഡ് വെച്ചിട്ടുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ഓരോ കുട്ടിക്കും വ്യത്യസ്തമായ കഴിവുകളോട് കൂടിയാണ് ഈ ഭൂമിയിലേക്ക് വരുന്നത്. ആ കഴിവുകൾ കണ്ടെത്തി വളരാനും വളർത്താനും അത് സമൂഹത്തിന് ഉപകാരമാകുന്ന രീതിയിലേക്ക് അത് എത്തിക്കുവാനുമുള്ള പരിശീലനങ്ങൾ അവസ്ഥകൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് ഒരു രക്ഷിതാവായ നമ്മളുടെ കടമയാണ്. ഇങ്ങനെ എല്ലാ അവസ്ഥയിലും അവർക്ക് നമ്മൾ പൂർണ്ണ സപ്പോർട്ട് കൊടുക്കുമ്പോൾ, നമ്മളിൽ നിന്ന് അവർക്ക് പൂർണ്ണ പിന്തുണ ലഭിക്കുമ്പോൾ അവരിൽ നല്ല ഒരു മാറ്റം വരും. നമ്മൾ അറിയാതെ നമ്മളൊരു സംഗതി വേണ്ട
മോനെ മോളെ ഇത് എനിക്ക് ശരിയില്ല എന്ന് പറഞ്ഞാൽ അവരത് അംഗീകരിക്കുകയും അവർ തിരുത്താൻ തയ്യാറാവുകയും ചെയ്യും. പക്ഷെ നമ്മളും അവരും തമ്മിലുള്ള പെരുമാറ്റത്തിൽ വൈകല്യങ്ങൾ വരുന്നത് കൊണ്ടാണ് അവർ ഈ രൂപത്തിൽ നമ്മളെ പറ്റിച്ചുകൊണ്ട് മുന്നോട്ട് പോവേണ്ടി വരുന്നത്, മുന്നോട്ട് നീങ്ങുന്നത്. അതിനാൽ ഞാൻ ഈ പറഞ്ഞ 4 ഘടകങ്ങൾ വളരെ പ്രധാനമുള്ളൊരു സംഗതിയാണ് മക്കളെ വളർത്തുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ. ഇന്നത്തെ കാലം പ്രത്യേകിച്ചും ഈ ഫോണിന്റെ പേരിൽ അധിക കുടുംബങ്ങളിലും അധിക വീടുകളിലും കുട്ടികളും രക്ഷിതാക്കളും തമ്മിൽ ഭയങ്കര പ്രശ്നത്തിലൂടെയാണ് പോണത്. കാരണം കുട്ടിനെ സംബന്ധിച്ചിടത്തോളം പണ്ട് കാലങ്ങളിലൊന്നും നമ്മളൊന്നും ഇങ്ങനെ വളരാനുള്ള സാഹചര്യമല്ല. സ്കൂളൊക്കെ വിട്ടു വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗ്രൗണ്ടുകളിലേക്ക് അല്ലെ ഫ്രണ്ട്സിനെയൊക്കെ തിരഞ്ഞ് കളിക്കാൻ പോകുന്ന ഒരു സന്ദർഭം. ഇപ്പോഴത്തെ കുട്ടികൾ പുരയിലേക്ക് കയറുന്നതിന് മുന്നേ തന്നെ ആലോചിക്കലും ഉമ്മ എവിടേക്കും ഫോൺ വെച്ചത്, ഉപ്പന്റെ ഫോൺ എനിക്കിപ്പോ കിട്ടുമോ, ഞാൻ കളിക്കുമ്പോ ഉമ്മ കാണുമോ, ഇതൊക്കെ ആലോചിച്ചുകൊണ്ടാണ് കുട്ടികൾ പുരയിലേക്ക് കയറി വരുന്നത്. ബാഗ് അവിടെ വെക്കണേ മുന്നേ തന്നെ ഓലെ കണ്ണ് ഫോണുമേലേക്കാണ് പോണത്. എന്നിട്ട് അതും എടുത്ത് എവിടെയെങ്കിലും നടക്കും തിരിക്കും. ചിലപ്പോ വീട്ടിലേക്ക് കയറി വന്നാൽ നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. ഇങ്ങനെയൊക്കെ ഒരുപാട് സന്ദർഭങ്ങളും അവസ്ഥകളും പലരിലും കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ നമ്മള് 1 മണിക്കൂറുകളോളം കളിക്കുമ്പോ നമുക്കുണ്ട് ഒരു ദേഷ്യം ഇങ്ങോട്ട് വരാന്. അപ്പൊ ആ ദേഷ്യത്തില് ആ കുട്ടിനോട് ആ ഫോൺ ഇങ്ങോട്ട് വാങ്ങുമ്പോ ചിലപ്പോ നമ്മൾ 2 അടിയൊക്കെ കൊടുക്കും. നമ്മളെ വായയിൽ വരുന്ന എന്തെല്ലാം സാഹിത്യ പദങ്ങളുണ്ടോ അതൊക്കെ അവിടെ പ്രയോഗിക്കുകയും ചെയ്യും. ഇതൊക്കെ ആ കുട്ടിന്റെ ഉപബോധ മനസ്സിലേക്ക് പിടിച്ചെടുത്ത് കുട്ടിക്ക് അറിയൂല ഇത് കുറെ സമയം കണ്ടിട്ടുണ്ടെങ്കിൽ ഇന്നേക്കെ പ്രശ്നങ്ങൾ വരും, അല്ലെങ്കിൽ ഇത് എന്റെ ബ്രെയിനും കണ്ണിനും ഒക്കെ പ്രശ്നമുണ്ട്, ഈ ഗെയിമൊക്കെ ഇങ്ങനെ കളിച്ച് അതിന് അഡിക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഇനി പ്രോബ്ലം ഉണ്ട് എന്നൊന്നും കുട്ടീനെ സംബന്ധിച്ചിടത്തോളം അറിയില്ല. അതൊക്കെ അറിയുന്നത് നമ്മൾക്കാണ്. നമുക്കത് അറിയുന്നത് കൊണ്ടാണ് നമ്മൾ ഈ വിഷയത്തിൽ മോശമായി കുട്ടീനോട് പെരുമാറുന്നത്. പക്ഷെ അവിടെയും സ്നേഹത്തോടെ പെരുമാറിയാൽ, നമ്മളും കുട്ടിയും ഒരു കണ്ടീഷനിലൂടെ മുന്നോട്ട് പോയാൽ മക്കൾ നമ്മളെ കയ്യിലേക്ക് കൊണ്ടുവന്ന് തരും. അല്ല അവര് തന്നെ ഫോണ് എടുത്തു വെക്കും. ഇപ്പൊ എന്റെ ചെറിയ മോനൊക്കെ ഞാൻ ഈ രൂപത്തിലൂടെ നീങ്ങിയിട്ട് അവനക്കറിയാം നമ്മളും അവരും തമ്മിൽ ഇഷ്ടമില്ലാത്തൊരു പ്രവൃത്തിയിലൂടെ പോകേണ്ട ആവശ്യം വരില്ല. നമ്മൾ പക്വതയോടെ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യാൻ സാധിച്ചാൽ ഇത്തരം സംഗതികളാണ് അവരുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ അവരെ പല വൈകല്യങ്ങളിലേക്കും എത്തിക്കുന്നത്. കാരണം ഈ കുട്ടിനോട് നമ്മൾ ഇത്രയും ദേഷ്യത്തിലൂടെ പെരുമാറിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളത് തിരുത്തുന്നില്ല. മോനെ ഇനിയും പ്രശ്നങ്ങളൊക്കെ എനിക്കുള്ളത് കൊണ്ടാണ് എന്ന് തലോടിക്കൊണ്ട് അല്ലെ സ്നേഹത്തോടെ നമ്മുടെ നെഞ്ചും നമ്മുടെ മിടിപ്പും അവരുടെ മിടിപ്പും ഒന്നായി നിർത്തിക്കൊണ്ട് കെട്ടിപ്പിടിച്ച് അവർക്ക് നല്ലൊരു ഉമ്മ കൊടുത്ത് തലയിലൂടെയൊക്കെ തലോടി എന്റെ കുട്ടി നല്ലൊരു കുട്ടിയാണ് കേട്ടോ, ഇനി പേരക്കുട്ടികളായാലും ഏത് മക്കളെയും നമുക്ക് ഇതുപോലെ ചെയ്യാം. സ്നേഹം എന്നുള്ളത് നമ്മളിൽ നിന്ന് ഇവർ മനസ്സിലാക്കണം. തലോടിയിട്ട് മോനെ മോളെ ഈ നല്ല മോനാണ് കേട്ടോ, അല്ലെ നല്ല മോളാണ് കേട്ടോ, വേഗം ഫോണൊക്കെ തരുന്നുണ്ട്, കുറച്ച് സമയം ഈ കളിക്കുന്നുള്ളൂ എന്ന് നമ്മൾ തിരുത്താൻ പോകൂല. പകരം അവരെത്രത്തോളം വെറുപ്പിക്കാൻ പറ്റുമോ ആ രൂപത്തിലൊക്കെ നമ്മൾ വെറുപ്പിക്കാൻ തയ്യാറുമോ. അതുകൊണ്ടാണ് ഇന്ന് മെന്റൽ ഹെൽത്ത് വളരെ കുറവാ കുട്ടികൾക്ക്. ഞാൻ കുറെ കുട്ടികളുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നത് കൊണ്ടാണ് പറയുന്നത്. കുട്ടികള് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് അവരുടെ ലൈഫ് പോണത്. ടീനേജ് കുട്ടികൾക്കൊക്കെ 13 വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്കൊക്കെ സൗന്ദര്യം എന്ന ഒരു ബോധം വരുന്നുണ്ട്. കാരണം ഈ മീഡിയയിലൂടെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് തുടങ്ങിയതിലൂടെ ഒക്കെ കാണുന്ന ആളുകളൊക്കെ നല്ല സൗന്ദര്യമുള്ളവരാ. ഈ കാണുന്ന ഞാൻ മാത്രമാണ് സൗന്ദര്യം ഇല്ലാത്തത്. അപ്പൊ എനിക്ക് സൗന്ദര്യം ഇല്ല എന്നുള്ള ഒരു ചിന്ത ഞാൻ ഉള്ളിൽ കൊടുത്തുകൊണ്ടാണ് എപ്പോഴും ജീവിക്കുന്നത്. അതുകൊണ്ട് പോലെ അൽമാറിന്റെ മുന്നിൽ നിന്നുകൊണ്ട് എപ്പോഴും നല്ല ഡിസൈനിലൂടെ കാര്യങ്ങളൊക്കെ നീക്കും. ഇത് കാണുമ്പോൾ നമ്മളും പറയും എനിക്ക് എപ്പോഴും അൽമാറിന്റെ മുന്നിൽ അല്ലെങ്കിൽ എപ്പോഴും നല്ല ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് സൗന്ദര്യത്തോടെ നടക്കുകയാണ് എനിക്ക് വേണ്ടത്. എത്ര ഭംഗി വെച്ചിട്ട് കാര്യമില്ല, നീയല്ലേ ഈ സൗന്ദര്യമല്ല. ഈ രൂപത്തിലൊക്കെ പറയുന്ന എത്രയോ രക്ഷിതാക്കളുണ്ട്. ഇതൊക്കെ അവരുടെ ഉള്ളിലേക്ക് അവരുടെ ആ വിഷമം വർദ്ധിപ്പിക്കാനേ സഹായിക്കൂ. അതുകൊണ്ട് ഭംഗിയുണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ അവർക്കൊരു കോൺഫിഡൻസ്. കാരണം ഒരുപാട് കുട്ടികൾ പറയുന്നുണ്ട് ഇപ്പൊ ഈ വിഷയം, മുഖത്തൊക്കെ ഒരു കുരുണ്ടെങ്കിൽ ഓലെ കാര്യം പോയി. സൗന്ദര്യത്തിന് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ നമ്മളെ ഈ പ്രായം കുട്ടികളോട് ചെറുപ്പം മുതൽക്കേ നമ്മൾ ഒരു പളുങ്ക് പാത്രത്തെ എത്രത്തോളം കെയർ ചെയ്തിട്ടാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്, അത് വീണാ പൊട്ടുന്നുള്ള നമുക്കറിയാം. അതുപോലെ നമ്മൾ ഈ മക്കളോട് പെരുമാറുമ്പോൾ
നല്ല ഒരു അവസ്ഥയിൽ പെരുമാറിയിട്ടില്ലെങ്കിൽ അവരെ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് സപ്പോർട്ട് കൊടുത്തുകൊണ്ട് നമുക്ക് നിൽക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മളെ പറ്റിച്ച് അവർ പോകും. ഇപ്പൊ ഒരുപാട് ഇത്തരം അഫയറിന്റെ ഒക്കെ ഭാഗമായിട്ട് നമ്മളെ ധിക്കരിച്ചുകൊണ്ടുള്ള ഒരുപാട് കേസുകൾ ഇപ്പോ കേൾക്കുന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. അതാണ് ഞാൻ ഈ വിഷയം എടുത്തതും. അതുകൊണ്ട് നമ്മുടെ മക്കൾ നന്നായി നമ്മൾ ചേർത്ത് പിടിക്കുക. സ്നേഹം എന്നുള്ള വികാരം അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. നല്ല സന്തോഷത്തോടെ സ്നേഹത്തോടെ അവരോട് പെരുമാറുക. ഇനി സ്വന്തം മക്കളില്ല, പേരമക്കളാണ് ഉള്ളതെങ്കിൽ അവരോടൊക്കെ നമ്മൾ ഈ രൂപത്തിലൂടെ നീങ്ങുക. തലോടിക്കൊണ്ട് ഒരു ഉമ്മ കൊടുത്തുകൊണ്ട്, മോനെ മോളെ നീ നല്ല കുട്ടിയാണ് ട്ടോ എന്ന് ഒരൊറ്റ വാക്ക് കൊടുത്താല് ചിലപ്പോൾ അവരുടെ ഭാവി നന്നാവാൻ, നിനക്ക് ഒരുപാട് കഴിവുകളുണ്ട്, നീ നല്ല ഭംഗിയുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റിയാൽ ആ ഒരു വാക്ക് മതിയാവും അവരുടെ സബ് കോൺഷ്യസ് മൈൻഡ് ആ വാക്കുകൾ സ്വീകരിച്ച് അവരുടെ ഭാവി നന്നാവാൻ. അപ്പൊ നമ്മൾ പോസിറ്റീവ് പറഞ്ഞ് പോസിറ്റീവിലൂടെ നമ്മൾ കാര്യങ്ങൾ നീക്കുമ്പോൾ നമുക്ക് നല്ല ഒരു തലമുറയെ വാർത്തെടുക്കാൻ കഴിയും. ഓക്കെ, ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. കുറച്ച് സമയം മുന്നോട്ട് പോയി സാരല്ല. ഓക്കെ, ആലമീൻ. ഈ ക്ലാസ് റെക്കോർഡ് ചെയ്തണോ?